ഹായ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ മിസ്റ്റേക്സ് കാണും. അതൊക്കെ കണ്ടാലും കണ്ടില്ലെന്ന് വെക്കുക. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം അതിലെനിക്ക് ആദർശ് വാങ്ങി തന്ന ഒരു ഡൈസൺ എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇതാണ് ആ സാധനം. കുറേ പേരൊക്കെ ഇപ്പോൾ ഇതിന് നല്ല റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് നല്ല റിവ്യൂ ചെയ്യാൻ അറിയത്തില്ല. കാരണം എനിക്കിത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം അറിയാൻ മേലാത്തവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റണമല്ലോ. അറിയാവുന്നവർക്ക് മാത്രം പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് എനിക്കറിയാവുന്നത് പറഞ്ഞുതരാം. അപ്പോൾ പ്ലീസ് സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. സോ പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ്, ഓക്കെ? അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോക്സാണ്. ഇപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ വീണാലും അകത്തുള്ള ഐറ്റംസിന് ഒരു കുഴപ്പവും പറ്റാത്ത രീതിയിലാണ് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും പറ്റാനും പാടില്ല, കാരണം ഇത് അത്രയും വില ഉള്ളൊരു സാധനമാണ്. ഇവിടെ 375 പൗണ്ടാണ് ഇതിൻ്റെ വില. അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പി ഇന്നത്തെ ഇതനുസരിച്ച് ഒരു 45,000 രൂപ വരും. അപ്പം അതിനുള്ളത് ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ചിലപ്പം യൂസ് ചെയ്ത് വരുമ്പോൾ ഇത് വെർത്തായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡെയിലി മുടി കേൾ ചെയ്തും സ്ട്രെയിറ്റ് ചെയ്തും എങ്ങൊന്നും പോകുന്നൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഡിഫറെൻറ്റ് സ്റ്റൈൽസൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ അല്ലാത്തവർക്ക് ഇപ്പോൾ ഡൈസൺ മേടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊന്നും ഓർത്ത് അവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിനുള്ളതൊന്നും ഇതുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ പൈസ പോയത് വെച്ച് ആകാശം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു 5-6 സ്ട്രെയിറ്റ്നർ വാങ്ങാമായിരുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തതും അവസാനത്തതുമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ്നർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനു മുന്നേ ഒരു സ്ട്രെയിറ്റ്നർ ഞാൻ മേടിച്ചിട്ടേ ഇല്ല. മേടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കാശില്ലാഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഇനി ഞാനിപ്പോൾ ഇത്രയും പൈസ കൊടുത്തൊരു സാധനം മേടിച്ചത് എനിക്കൊരു കുറ്റബോധവും ഉണ്ട് സത്യത്തിൽ. അപ്പം ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു സ്ട്രെയിറ്റ്നർ മേടിക്കുമോ എന്ന് ചോദിച്ചാൽ മേടിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായം. ഭാവിയിൽ മാറിയേക്കാം. ചിലപ്പോൾ വാക്കൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ മാറ്റും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയാവുന്ന പോലെ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതുകൊണ്ട് ഇത് ഇങ്ങനെ അലക്കൊലുത്തായിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണക്ടറല്ല, നമ്മൾ ആ പ്ലഗ് ചെയ്യുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ഇതാണ്. അത് ഞാൻ ഓൾറെഡി ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്, എങ്കിലല്ലേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി ഇതതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കോമ്പാണ്. ഇതെല്ലാം ഇവിടെ ഈ സൈഡിൽ ഞാനിങ്ങനെ വെക്കാം. പിന്നെ ഇത് എനിക്കൊന്ന് കേൾ ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് മുടിയൊക്കെ ഒരുപാട് കൊഴിയുമെന്നൊക്കെ ഒരു പേടിയുണ്ട് ഇത് യൂസ് ചെയ്താൽ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇപ്പം എല്ലാവരും കാണിക്കത്തില്ലേ തന്നെ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിയുമ്പം ഇതിവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇങ്ങനെ കേളാകുന്ന സാധനം, അതാണിത്. പക്ഷെ ഞാൻ നേരത്തെ യൂസ് ചെയ്തപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് ഇത് തന്നെ കയറി വന്നില്ല. എനിക്കത് ഉപയോഗിക്കാൻ അറിയാൻ മേലാത്തത് കൊണ്ടായിരിക്കും. പിന്നെ ഇത് ചെറുതുമുണ്ട് വലുതുമുണ്ട്. ഇത്രയും വലുതിൻ്റെ ആവശ്യം എന്താണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറുതും പിന്നെ കുറച്ചും കൂടി ഒരു ചെറുത് തരുമായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കേൾ ചെയ്യുമായിരുന്നു. ഈ വലുത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര സെറ്റായിട്ട് തോന്നിയില്ല. പിന്നെ ഇതിങ്ങനെ പിടിച്ചാൽ തന്നെ കയറുന്നതായിട്ടാണ് എല്ലാവരും കാണിക്കുന്നത്. പക്ഷേ എനിക്ക് നേരത്തെ കയറിയില്ല. കയറുമായിരിക്കും അറിയാവുന്നവർ യൂസ് ചെയ്താൽ. പിന്നെ ഒരു കോമ്പുണ്ട് കേട്ടോ, നല്ല കോമ്പ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡ്രയറാണ്. ഇത് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പിന്നെ എല്ലാത്തിൻ്റെ അകത്തും നോർമലായിട്ട് ഉള്ളതൊക്കെ തന്നെയാണ് ഇതിനും ഉള്ളത്. മുടി ഉണക്കുക എന്നുള്ള ഒരു പർപ്പസ് മാത്രം. ഇപ്പോൾ ഈ മറ്റ് കോമ്പുകളൊക്കെ പല പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ ഉണക്കുന്നതിനൊരു രീതിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിന് അത് മാത്രമേ ഉള്ളൂ. ഇതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ പേപ്പർ ഉണ്ടല്ലോ, അതെങ്ങനെയോ മിസ്സായിപ്പോയി. ഇനി ഇതിൻ്റെ ആപ്പ് വഴി നോക്കണം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന്. എനിക്കറിയത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ഇത് എങ്ങനെ നമ്മൾ കണക്റ്റ് ആക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഞാൻ വെക്കാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്കറിയത്തില്ല, പറ്റുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഉപയോഗം കാണാതിരിക്കത്തില്ല. ഇതിന് ഉപയോഗമുണ്ട്, പക്ഷേ ഉപയോഗം എനിക്കറിയത്തില്ല.
പിന്നെ അതിൻ്റെ പേപ്പർ കാണാതെ പോയി, അതുകൊണ്ട് പേപ്പർ നോക്കാനും ഉള്ള വഴിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതും മുടി ഉണക്കാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ട് ഞാൻ മുടി ഉണക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനെ നമുക്ക് 2 ഡയറക്ഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പം, ഈ സംഭവം വെച്ച് നോക്കുമ്പം ഇതൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിന് അവർ എന്തൊക്കെയോ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും പൈസ കൊടുത്തത് മേടിക്കുമ്പം ഇവരത് തരണം നമുക്ക്. ഇത് ഉണക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് ഇങ്ങനെ നമുക്ക് ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഈ പൈസയ്ക്ക് ഇത്രയൊക്കെ നമ്മൾ അർഹിക്കുന്നു. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കോമ്പ് എനിക്ക് ഒട്ടിക്കാൻ അറിയാമായിരുന്നു, അപ്പം മറന്നുപോയോ? ഓക്കെ, ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു അൺലോക്ക് ഉണ്ട്. ഈ അൺലോക്ക് ഇങ്ങനെ നോക്കി ഇത് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒട്ടിക്കുക. ഓക്കെ, അതിതാണ്. അപ്പം അങ്ങനെ ലോക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. എനിക്ക് ഈ ഡൈസൺകാർ എനിക്ക് ഇങ്ങോട്ട് ഇത് അയച്ചു തന്ന് പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞൊന്നുമല്ല. അങ്ങനെ അയക്കാനും മാത്രമുള്ള യാതൊരുവിധ യൂട്യൂബ് കണ്ടൻറ്റും എനിക്കില്ല. ഇനി ഭാവിയിൽ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ മാത്രം പറയും. നല്ലതാണെങ്കിൽ മാത്രം, മോശമാണെങ്കിൽ ഞാൻ മോശമാണെന്ന് പറയും. ഈ ഡൈസൺകാർ എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ തന്നതല്ല. എൻ്റെ സ്വന്തം കാശിന് ഞാൻ സ്വന്തമായി മേടിച്ച് ഇതൊരു കണ്ടൻ്റാക്കി ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നല്ല, കണ്ടൻ്റാക്കി ഞാനത് അങ്ങ് ഒരു യൂട്യൂബ് കണ്ടൻ്റാക്കി ഇടുന്നു. കാശൊക്കെ മുടക്കുമ്പം എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പം അത് എനിക്കിതാരും പ്രൊമോഷനായിട്ട് തന്നതല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. പ്രൊമോഷൻ കിട്ടുന്നവർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയട്ടെ. എനിക്ക് എൻ്റേതായ അഭിപ്രായം, സാധാരണക്കാരൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പം എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം ഈ കോമ്പാണ്. കാരണം ഒന്നുമില്ല, ചൂടാക്കുക, മുടി ഇങ്ങനെ വലിക്കുക. ഞാൻ നേരത്തെ ഇട്ട ഷോർട്ട് വീഡിയോയിൽ ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ കോമ്പ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പോകുമായിരുന്നു. അത്രേ സമയം എനിക്ക് കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഒരുങ്ങുന്നത് കൂടാതെ 1 മണിക്കൂർ എടുക്കുക, അറിയാൻ മേലാത്ത ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ മുടി കേളിങ്ങും പിന്നെന്തുവാ നല്ല സൂപ്പറായിട്ടൊക്കെ കിടക്കുന്ന ഇത് പറ്റത്തുള്ളൂ. എനിക്ക് 1 മണിക്കൂർ എടുക്കും. അപ്പം അതിനൊക്കെയുള്ള, പക്ഷേ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഈ സാധനം മേടിക്കുമ്പം ടൈം കുറച്ചിട്ടുള്ളത് വേണം ഇവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ സമയത്തിനും വിലയുണ്ട്. അല്ലാതെ 1 മണിക്കൂർ ഇതിൻ്റെ മേളിൽ കിടന്ന് പണിയാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഓക്കെ, അപ്പം സമയമുള്ളവർ ഇതൊക്കെ ആയിട്ട് മല്ലിടുക. എനിക്കിന്ന് പണിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇത് ഓണാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഓണാക്കുന്നത്. പിന്നെ ഇതിൽ നീല പിന്നെ 2 റെഡ് ആയിട്ടുള്ള മാർക്കുണ്ട്. അപ്പോൾ അത് ഈ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഓണാക്കിയിട്ട് ഇങ്ങനെ ഇതായ ഹീറ്റ് അഡ്ജസ്റ്റ് ആവും. പിന്നെ ഇത് ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഇതിലുമുണ്ട് 3 മാർക്ക്. പിന്നെ ഇത് ഞാൻ നേരത്തെ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തപ്പം എനിക്ക് ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഇത് കണ്ടോ? അയ്യോ, എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞു തന്നത്? എങ്ങനെയായിരുന്നു? ഇത് ഓണാക്കിയതിന് ശേഷം ഓക്കെ, ഇത് ഓണാക്കിയതിന് ശേഷം ഇവിടെ ഒരു ഈ ലൈറ്റ് ഉണ്ട്. അപ്പം അതിനർത്ഥം ഇത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ആയെന്നാണ്. ഒന്നും അറിയില്ല, എപ്പോഴും വെച്ച് മല്ലിക്കെട്ട് അറിയത്തില്ല, ഇങ്ങനെയല്ലേ പഠിക്കുന്നേ. പിന്നെ ഇതിൻ്റെ ആപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ അടപ്പ് കണ്ടോ? ഈ അടപ്പിൻ്റെ അകത്ത് ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ ഒരു സ്കാനറുണ്ട്. ആ സ്കാനർ വെച്ചിട്ടാണ് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ അതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് മുടി കേൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഒരു 40 വെറൈറ്റീസ് മുടി കേൾ ചെയ്യുന്നതിൻ്റെ രീതിയുണ്ട്. അപ്പോൾ അതിൽ എത്ര ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യണം, എത്ര നേരം യൂസ് ചെയ്യണം എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ആപ്പിൽ കൂടി പോയപ്പോൾ എനിക്കത് മനസ്സിലായതാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊരു
ശരിക്കും അതൊരു നല്ല കാര്യമാണ്. അപ്പം നമ്മൾക്ക് അറിയാൻ മേലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഇത് വേണമല്ലോ. പിന്നെ ആ ആപ്പിൽ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹീറ്റിൻ്റെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഇതിങ്ങനെ മാനുവലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഹീറ്റ് നമുക്ക് ഒരു 30 സെക്കൻഡാണ് വേണമെന്നുണ്ടെങ്കിൽ ആ 30 സെക്കൻഡ് സെറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കുറച്ച് കൂളായിട്ട് സെറ്റ് ചെയ്യുക. കാരണം കുറേ ഹീറ്റ് നമ്മുടെ മുടിക്കും പറ്റത്തില്ല. നമുക്ക് ചിലവർക്കൊക്കെ തലവേദനയൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യുക. പിന്നെ അത് വീണ്ടും കുറച്ച് നേരം ഒരു കൂളായിട്ട് വീണ്ടും 30 സെക്കൻഡിലേക്ക് വീണ്ടും ഇത് ഹീറ്റാകും. അങ്ങനത്തെ കുറേ ഓപ്ഷനുണ്ട്. അപ്പം നമുക്ക് എത്ര നേരം വേണം എന്നുള്ളത് അത് നമുക്ക് ഇതിൻ്റെ ആ ബ്ലൂടൂത്തിൽ ആ ആപ്പ് വഴി നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മാനുവലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാനുവലി ഓഫ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഇതിൻ്റെ ഈ ആപ്പിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഒരു ഭയങ്കര നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. ഈ 45,000 രൂപയുടെ സാധനത്തിൽ ഇവർ തന്നിരിക്കുന്ന ഒരു നല്ലൊരു ഫെസിലിറ്റി അതാണ്. ഇനി വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിന് ഇങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു സ്ട്രെയിറ്റ്നർ ഇതാണ്. ആദ്യമായിട്ടും അവസാനമായിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് കുഴപ്പമൊന്നും പറ്റത്തില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഒരു സിംഗിൾ യൂസ് അല്ല, എന്താ അതിന് പറയണ്ടേ, സിംഗിൾ യൂസ് എന്നല്ലല്ലോ, നമ്മൾ വൺ ടൈം വാച്ച് എന്നൊക്കെ പറയുന്നല്ലോ, ഒരു വൺ ടൈം ബൈ പ്രോഡക്റ്റാണിത്, അങ്ങനെ പറയാം. ഇതൊന്ന് കേൾ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേൾ ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തൊന്നുമല്ല, നോക്കാം. ഓക്കെ, ഇത്രയും കേളായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇതിങ്ങനെ ഇത് നമുക്ക് ഫുള്ള് കേൾ ചെയ്യണമെങ്കിൽ ഈ മുടി മൊത്തം നമ്മളിങ്ങനെ സമയമെടുത്ത് കേൾ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മണിക്കൂർ എക്സ്ട്രാ കരുതുക, ഒരുങ്ങുന്നത് കൂടാതെ. എങ്കിൽ ഇത് നല്ല സൂപ്പറായിട്ട് വരും. ഞാൻ ബാക്കി കേൾ ചെയ്തിട്ട് മൊത്തത്തിലുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് കേൾ ചെയ്ത ലുക്ക്. ഞാൻ അധികം നേരം കേൾ ചെയ്തില്ല, ഒരു 10 മിനിറ്റേ കേൾ ചെയ്തുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം കേളായിട്ടുണ്ട്. എൻ്റെ ഇത്രയും കേളായിട്ടുള്ള മുടിയല്ലായിരുന്നു, ആദ്യം കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം ഈ ചെറുത് നമ്മൾക്ക് ഫ്രണ്ട് കേൾ ചെയ്യാനും ഇത് പുറകിലത്തെ ഇത് കേൾ ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തപ്പം ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് കേളായില്ലെന്ന്. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റണമായിരുന്നു, ഇത് തിരിക്കണമായിരുന്നു. ഇത് തിരിക്കുമ്പോഴാണ് ഈ മുടി നമ്മൾ ഇതിങ്ങനെ വെച്ച് ഓണാക്കി കഴിഞ്ഞ് ഇതിങ്ങനെ തിരിക്കുമ്പോഴാണ് ഇത് കേളായി വരുന്നത്, തന്നെ കേളാകുന്നത്. പക്ഷെ ഞാൻ നേരത്തെ ഈ പോയിൻ്റ് തിരിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് എനിക്കിങ്ങനെ നേരത്തെ ചെയ്തപ്പോൾ വരാഞ്ഞ്. കണ്ടോ, ഇത് പക്ഷേ ഈ ചെറുതുകൊണ്ടാണ് ശരിക്കും ചെയ്യണ്ടേ. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ഓക്കെ, ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വന്നു. ഞാൻ ഹീറ്റ് കുറച്ചാണ് ഇട്ടത്, ഏറ്റവും കുറഞ്ഞതിലാണ് ഇട്ടത്. റെഡിൽ ഇടുവാണെങ്കിൽ ഇത് കുറച്ചും കൂടി നന്നായിട്ട് വരുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഇത് ജസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ 45,000 രൂപയ്ക്കുള്ളത് ഇത് ഉണ്ടോ ഇല്ലയോ അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം ഈ വീഡിയോ ചെയ്യാൻ നേരം. പക്ഷേ ആ വിലക്കുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അത് പറയാൻ അറിയത്തില്ല. പക്ഷേ പ്രോഡക്റ്റ് കൊള്ളാം. ഇതുപോലെ മറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടോ എന്നുള്ളതും ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷേ പ്രോഡക്റ്റ് കൊള്ളാം, നല്ല പ്രോഡക്റ്റാണ്. വിലയുടെ കാര്യം അതോ ഓരോരുത്തരുടെ തീരുമാനം. എനിക്ക് ആ വില കുറച്ച് കത്തിയായിട്ടാണ് തോന്നുന്നത്. ചിലവർക്ക് ഓക്കെ ആയിരിക്കും, എനിക്കത്ര ഓക്കെ അല്ല. പക്ഷേ പിന്നെ ഇതൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയത് കൊണ്ട് കൊള്ളാം. എന്നാലും പൈസ തന്നെയാണല്ലോ. പിന്നെ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. അപ്പം ഇത് നമുക്ക് പഠിക്കാം, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഞാൻ ഇതിൻ്റെ ആപ്പിൽ നോക്കിയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഇതിൻ്റെത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് നമുക്ക് ലാർജ് വേവ് ഇതിങ്ങനെ റെഡിയാക്കാം. ഇങ്ങനെ വന്നിട്ട്
ഓക്കെ, ഇതിങ്ങനെ നമുക്ക് ലാർജ് വേവായിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അങ്ങനെ തന്നെയാണ്, അല്ലാതെ ഇതുകൊണ്ട് വേറെ എന്ത് നമ്മൾ ചെയ്യാനാ. പിന്നെ പിന്നെ ഇതിൻ്റെ ഈ ആപ്പിൽ തന്നെ ഇതിന് കുറേ പ്രോഡക്റ്റ് ഉണ്ട്. ഇത് ഞാനൊന്ന് ഒന്ന് ഹീറ്റ് കുറയ്ക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്കിത് അൺലോക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പം പിന്നെ ഇതിൻ്റെ ആപ്പിൽ തന്നെ കുറേ ഇപ്പം എൻ്റെ കയ്യിൽ ആകെ കുറച്ചൊരു 1 2 3 4 ഒരു 5-6 ഐറ്റംസേ ഉള്ളൂ. ഈ 5-6 ഐറ്റംസ് അല്ലാതെ എക്സ്ട്രാ ബ്രഷ്, ഇത് ബ്രഷല്ല, ഈ ഒരു ടൈപ്പ് ഓഫ് ഐറ്റംസ് നമുക്ക് വാങ്ങാം. അതിന് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഭയങ്കര കേളി ആയിട്ട് കിടക്കത്തില്ലേ, അതിനുള്ളതുണ്ട്. അല്ലാതെ അങ്ങനെ കുറേ ബ്രഷസ് ഉണ്ട്. അപ്പോൾ ആ ബ്രഷസൊക്കെ നമുക്ക് എക്സ്ട്രാ വാങ്ങാം. അപ്പം നമുക്ക് കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹെയർ സ്റ്റൈല് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റും. അപ്പം ശരിക്കും ഇതൊരു ഡെയിലി യൂസിന്, ഇപ്പം നമ്മൾക്കൊരു ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല. അതുപോലെ ഒരു പർട്ടിക്കുലർ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പറ്റത്തില്ല. പിന്നെ ഇതുവരെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ മേടിച്ചിട്ട് അധികം നാളൊന്നും ആയില്ല. ആകെ ഒരു 2-3 വട്ടം മാത്രമേ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതുവരെയുള്ള ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ കുറച്ചും കൂടി നന്നായിട്ട് ഞാനിത് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ മറ്റ് അഭിപ്രായമായിരിക്കും പറയുന്നത്. പിന്നെ പലരുടെയും മുടി പല തരത്തിലുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചും ഇതിനെന്തെങ്കിലും മറ്റ് വ്യത്യാസങ്ങളൊക്കെ ഓരോരുത്തർക്ക് പേഴ്സണലി തോന്നാം. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ മുടി കേൾ ചെയ്തത് നേരത്തേതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്രീമൊന്നും യൂസ് ചെയ്തില്ല. അപ്പം എന്തെങ്കിലും നല്ല ക്രീമൊക്കെ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എപ്പോഴും ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ കുറേ വട്ടം ഇങ്ങനെ പിടിച്ച്, അപ്പം അതുകൊണ്ട് കുറച്ച് കേളൊക്കെ പോയി. കേൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ മുടി അതുപോലെ അങ്ങ് ഇടുക, പിന്നെ തൊടാൻ നിൽക്കരുത്. തൊടാൻ നിന്ന് കഴിഞ്ഞാൽ പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലരുടെയും മുടി പല തരത്തിലുള്ളതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട്, പ്രോഡക്റ്റ് റിവ്യൂ ഒന്നും ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നതുവരെ ബൈ.